പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ കൃപകളാലും ഞങ്ങളെ നിറച്ചുകൊണ്ട് ഞങ്ങളെ തിരഞ്ഞെടുത്ത കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിക്കുന്നു. മത്തിയാസ് അപ്പോസ്തലന്റെ തിരുനാള തിരുസഭയിൽ നിന്ന് ആഘോഷിക്കുന്നു. യൂദാസ് തൻ്റെ സ്ഥാനം നശിപ്പിച്ചു കളഞ്ഞു. ഗുരുവിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് അവൻ കെട്ടി തൂങ്ങിച്ചത്തു. 11 പേർ അവശേഷിച്ചു. 12-മതൊരുവനെ ആവശ്യമായി വന്നു. 120ഓളം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ തങ്ങളോടൊപ്പം എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചവൻ, യോഹന്നാൻ്റെ നിന്ന് സ്നാനം സ്വീകരിച്ചതു മുതൽ സ്വർഗാരോഹണം ചെയ്തവരെ ഉള്ള കാര്യങ്ങളിൽ സാക്ഷിയായിരുന്ന ഒരുവനെ അപ്പോസ്തലന്മാരുടെ ഗണത്തിലേക്ക് എണ്ണപ്പെടുവാനായിട്ട് അവർ തിരഞ്ഞെടുക്കുവാൻ തയ്യാറാകും. ഈ സാക്ഷ്യം വഹിച്ച 2 പേരെ അവർ തിരഞ്ഞെടുത്തു, ബർണ്ണബാസും മത്തിയാസും. മത്തിയാസിന് കുറി വീണു. പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കാതെ ആർക്കും അവിടുത്തെ അനുഗമിക്കുവാനോ ശിഷ്യരായിരിക്കുവാനോ അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാനോ സാധ്യമല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വസഹോദരന് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതനെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, അങ്ങേക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ. ഓരോ ക്രിസ്ത്യാനിയും അങ്ങയുടെ തിരഞ്ഞെടുപ്പ് എത്രയോ മഹത്വമെന്ന് ഞങ്ങൾ അറിയുന്നു. ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത് സ്നേഹിതനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക. പത്രോസ് ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മത്തിയാസിനെ അങ്ങ് നൽകിയതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിളിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇതാ കർത്താവേ, ഞങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകൾ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ശുശ്രൂഷ ആവശ്യമുള്ള എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളെ സമർപ്പിക്കുന്നു. ദുരിതങ്ങളും ദുഃഖങ്ങളും അസ്വസ്ഥകളുമായി കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും നിലനിർത്തി ജീവിക്കുവാൻ തക്കവിധം ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസത്തിലെ ഞങ്ങളുടെ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപാവരം നൽകണമേ. നിൻ്റെ വഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവേ, ഇന്ന് നീ അനുഗ്രഹിച്ച അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.